الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا وعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. يا صاحب الوقت جبهتي تحت نعالكم أعظ بكم نيابة عنكم. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. اللهم ما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير. وصلى الله على سيدنا محمد وآله وأصحابه أجمعين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ജനറൽ ബോഡി യോഗമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദുന താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ونفعنا به في الدارين آمين. മഹാനവറുകളുടെ കീഴിൽ അണിനിരന്നിട്ടുള്ള, ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് വന്ന മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവരുടെ കീഴിൽ അണിനിരന്നിട്ടുള്ള, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ സംഘടനയെ സംബന്ധിച്ച്
നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നേരത്തെ കഴിഞ്ഞുപോയ പ്രസംഗങ്ങളിലെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നടക്കുന്ന സ്ഥലത്ത് എല്ലാം വാഹനം ഇറങ്ങിയാൽ അവിടെയും കയറാനൊരുങ്ങുമ്പോഴും എവിടെ ചെന്നാലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നിങ്ങളുടെ തീരുമാനം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാൻ പത്രക്കാരും മറ്റ് ചാനലുകളും നടക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ രാഷ്ട്രീയം പറയാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടന അല്ല. പക്ഷേ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളെ ഇവിടെ നിന്ന് പമ്പ കടത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കുന്ന കാര്യവും അല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലപാട് ഉണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ദുബൈയിൽ നമ്മുടെ സിറാജ് ദിനപത്രത്തിന്റെ പ്രവർത്തകരുമായി മറ്റുള്ള എല്ലാ ചാനലുകളും പ്രവർത്തകരും ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആ ചർച്ചയുടെ അവസാനത്തിൽ ഞാനും അവിടെ പങ്കെടുത്തു. നിങ്ങളെന്താണ് ഉറപ്പിച്ചു പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ചോദ്യം. കാരണം ഒരു പള്ളിയിൽ നിൽക്കുന്ന ഖതീബ് അല്ലെങ്കിൽ മുദർരിസ്, അതും അല്ലെങ്കിൽ ഒരു മഹല്ലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആലിം, അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും പറഞ്ഞാൽ ആ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഖുത്ബ കേൾക്കുന്ന ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ ഖതീബ് ചേർന്നാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവനും അദ്ദേഹത്തോട് എതിർപ്പായി, അദ്ദേഹത്തോട് കഠിന വിരോധമായി. പിന്നെ ആ മഹല്ലത്തിൽ അദ്ദേഹത്തിന് ഖതീബായി നിൽക്കാൻ കഴിയുകയില്ല. അദ്ദേഹം പ്രസംഗിച്ചാൽ ആളുകൾ ഒരു വിഭാഗം ഏറ്റെടുക്കുകയും മറ്റുള്ളവരെല്ലാം അതിനെ എതിർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ട് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്, സമസ്തയുടെ 60ാം വാർഷികത്തിന്റെ പ്രത്യേകമായ സുവനിയർ, സമസ്തയുടെ രേഖകളൊക്കെ പറയുന്ന അതിന്റെ പഴയ കാലത്തുള്ള മിനിറ്റ്സുകൾ പകർത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ആ 60ാം വാർഷിക സപ്ലിമെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ സപ്ലിമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനും എം.എ. ഉസ്താദും കെ.വി. കൂറ്റനാട് കെ.വി. മുഹമ്മദ് മുസ്ലിയാരും
മറ്റ് അന്നത്തെ സമസ്തയിലുള്ള കുറെ ആളുകളും ഒരു 10ഓളം ആളുകൾ ഒരുമിച്ച് കൂടി. അദ്ദേഹം KV മുഹമ്മദ് മുസ്ലിയാർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന സ്വർഗത്തിലെ നിറത്തിനോട് ഇത്ര വെറുപ്പ്? സ്വർഗത്തിലെ വസ്ത്രത്തിന്റെ നിറം ഉണ്ടല്ലോ, ആ നിറത്തോട് നിങ്ങൾക്കൊക്കെ എന്താണ് എതിർപ്പ്? ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ വസ്ത്രത്തിന്റെ നിറമായതുകൊണ്ട് ഇവിടെ അംഗീകരിച്ചോളണമെന്നില്ല, സ്വർഗത്തിൽ ഹമ്റുണ്ട്, അതുകൊണ്ട് ഇവിടെ ഹമ്റ് അംഗീകരിച്ചോളണമെന്നില്ല. അപ്പോ ഏതാട്ടെ ആ വർത്തമാനങ്ങൾ നിർത്തി. ഇവിടുത്തെ ഹംറ് മുസ്കിറാണ്, അവിടുത്തെ ഹംറ് മുസ്കിറല്ല, ആ പേരാണ്. അതുപോലെ ഇവിടുത്തെ നിറവും അവിടുത്തെ നിറവും നോക്കിയിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി. ഏതായാലും എല്ലാവരും കൂടി യോജിച്ച് എടുത്ത എഴുതിയുണ്ടാക്കിയ 60ാം വാർഷിക സപ്ലിമെന്റ് സുവനീർ, അതിൽ നിങ്ങൾക്ക് കാണാം സമസ്തയുടെ രാഷ്ട്രീയ നിലപാട്. ഈ നിലപാട് എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കോഴിക്കോട്ട് ആദ്യം ഒരു വലിയ പോക്കിരി ഉണ്ടായിരുന്നു കോഴിക്കോട് അങ്ങാടിയിൽ. വലിയ ഗുണ്ട നേതാവാ, ഉണ്ട മൊയ്തീങ്കോയെന്ന് അയാളെ കൊണ്ട് പറയാം. അയാളുടെ നേതൃത്വത്തിൽ കുറെ ഗുണ്ടകളുണ്ട്. ഈ ഗുണ്ടകളെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കയ്യിലാക്കുകയും സുന്നികളെ വഴതു പറയാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ വഴതു പറഞ്ഞ് തുടങ്ങുന്ന കാലത്ത് കോഴിക്കോട്ട് ഒരു വഴത് നിശ്ചയിച്ചിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. ഇനി എന്നെ തിരിക്കട്ടെ, മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ ഒരു വഅദ് സംഘടിപ്പിച്ചു കോഴിക്കോട്ട്. സമ്മതിച്ചില്ല, പറയാൻ സാധിച്ചില്ല. അവസാനം കോഴിക്കോട്ട് പുഴവക്കത്തെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആ ഭാഗത്ത്. ആ പള്ളിയുടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ റംഗൂൺ റെസ്റ്റോറന്റ് ഉണ്ട്. ആ റംഗൂൺ റെസ്റ്റോറന്റിന്റെ മുകളിൽ അതിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് സ്പീക്കർ പുറത്തേക്ക് കെട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പതി ഉസ്താദ് വഅദ് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട്ട്. എന്റെ ചെറുപ്പത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറത്തുള്ളതല്ല. കുറ്റ്യാടിയിൽ പതി ഉസ്താദ് വഅദ് പറയാൻ പോയിട്ട് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയായിരുന്നു അവിടുത്തെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും രണ്ടും കൂടി ചേർന്നുകൊണ്ട്. എന്നാൽ പതി അബ്ദുൽ ഖാദറിന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വഅദ് പറയുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് 3 ജീപ്പിൽ ആളുകളെ കയറ്റി കോഴിക്കോട്ടുനിന്ന് പോയി. ഒരു ജീപ്പിൽ പതി ഉസ്താദും ഇരുന്നു. എന്നിട്ട് ആ ജീപ്പ് അവിടെ നിർത്തിയിട്ട് ജീപ്പിൽ ഘടിപ്പിച്ച സ്പീക്കറിലൂടെ വഅദ് പറയുകയായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വഅദ് പറയാൻ സമ്മതിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട്ട് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ സമസ്തയുടെ ഓഫീസുള്ള സ്ഥലമാണ്.
ആ തലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വഅദ് പറയാൻ സാധിക്കുമായിരുന്നില്ല. വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ ചെറുപ്പത്തിൽ തന്നെ നടന്നുപോയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ശക്തി കൂട്ടി കോഴിക്കോട്ട് മൊഹീദ്ദീൻ പള്ളിയും കോഴിക്കോട്ട് ലിവാ പള്ളിയും പട്ടാളപ്പള്ളിയും അതിനുശേഷം ഷാദുലി പള്ളിയും 4 പ്രധാനപ്പെട്ട പള്ളികൾ മുജാഹിദ് പ്രസ്ഥാനം പിടിച്ചെടുത്തു. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളാണതൊക്കെ. മൊയ്തീൻ പള്ളി എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആദമിന്റെ പേരിൽ സ്ഥാപിച്ച പള്ളിയാണ്. ആ പള്ളി അവർ പിടിച്ചെടുത്തു. അവർ കേസ് കൂടി. അതിനെല്ലാം രാഷ്ട്രീയ നേതാക്കളിൽ പലരും അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ ആ പള്ളികളെല്ലാം പോയി. അതിനുശേഷം തലശ്ശേരിയിൽ മറ്റൊരു പള്ളി പിടിച്ചു. പൂനൂരങ്ങാടിയിലെ പള്ളി പിടിച്ചു. കള്ളത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് മുജാഹിദുകൾ കൈവശപ്പെടുത്തി. അങ്ങനെ ആ കൈവശപ്പെടുത്തിയ പള്ളിയിലേക്ക് സുന്നികൾ കയറി ചെല്ലുമ്പോൾ തടസ്സപ്പെടുത്തി. വെള്ളിയാഴ്ച മുജാഹിദുകളെ കൊണ്ടുവന്ന് അവിടെ ജുമുഅ സ്ഥാപിക്കാൻ മലപ്പുറം ജില്ലയിലെ എടരിക്കോട്ടുകാരനായിരുന്ന മുഹമ്മദ് എന്ന പേരിൽ ഒരു SP ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അയാളെ കാശ് കൊടുത്ത് പിടിച്ചിട്ട് 100 കണക്കിന് പോലീസുകളെ അവിടെ വരിവരിയായി നിർത്തി മുജാഹിദുകൾക്ക് ജുമുഅ സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ കേരളത്തിലുടനീളം അവർ സുന്നികളുടെ പള്ളികൾ പിടിച്ചെടുക്കാൻ തുടങ്ങുകയും അതിനെല്ലാം രാഷ്ട്രീയ നേതൃത്വം സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വല്ലാത്ത വേദനിച്ചു. കോഴിക്കോട് ഷാദുലി പള്ളി പിടിച്ച സമയത്ത് ഞാൻ SYSന്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ 4 പേർ തിരുവനന്തപുരത്ത് പോയി. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു MLA മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം സുന്നിയാണെന്നാണ് പറയാറുള്ളത്. സുന്നിയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. നമ്മൾക്കൊന്ന് മന്ത്രിയെ കാണണം, CH മുഹമ്മദ് കോയ സാഹിബിനെ കാണണം. ഷാദുലി പള്ളി പുത്തൻ പ്രസ്ഥാനക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു. 100ഓളം ആളുകളെ അടിച്ച് തകർത്തിരിക്കുന്നു. അപ്പൊ അയാള് പറഞ്ഞ് ദേഷ്യപ്പെട്ടു, ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. പള്ളീന്റെ കാര്യമൊന്നും പറയാം, തിരുവനന്തപുരത്തേക്ക് വരണ്ട, ഞാൻ പണക്കാട്ടൊക്കെ പോയാൽ മതി, ഇവിടെ വരേണ്ട ആവശ്യമല്ല, ഞാൻ സഹായിക്കൂലെന്ന് പറഞ്ഞു. ഹക്കതിയായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അസംബ്ലി ഹാളിന്റെ പുറത്തു പോയിട്ട് ഇങ്ങനെ നിന്ന് ഇടയ്ക്ക് മന്ത്രി ഒന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം വേണം, 4 മണിക്ക് നിങ്ങൾ ഓഫീസിൽ വരുന്നു. ഞങ്ങൾ ഓഫീസിൽ പോയി കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, പള്ളി തിരിച്ചു വരുന്ന കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ കഴിയൂല. നിരപരാധികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടവർ വിട്ടയക്കാൻ ഞാൻ പറഞ്ഞോളാം, അല്ലാതെ പള്ളിന്റെ കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നിരാശരായി അവിടുന്ന് മടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് മഹല്ലത്തുകളിലെ പള്ളികൾ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ കൈവശപ്പെടുത്തുകയും
കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി കോടതിയിൽ പോകുമ്പോൾ സുന്നികൾക്ക് തടയപ്പെടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായപ്പോൾ നാനാ ഭാഗത്തു നിന്നും സമസ്തയിലേക്ക് കത്തുകൾ വന്നു. ഇനിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലാതെ നമുക്കിവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിലേക്ക് കത്ത് വന്നു. ആ കത്തുകൾ വന്ന യോഗത്തിൽ, വായിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം കണ്ണീത്ത് ഉസ്താദ് ജവറല്ലാഹു മർഖദഹു അവർ തന്നെ ഉണ്ടായിരുന്നു. അവരെയും കൂട്ടി കൊണ്ടുവന്നിരുന്നു അധ്യക്ഷനായിട്ട്. അതുപോലെ എല്ലാവരും ചേർന്ന യോഗത്തിൽ സമസ്തക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് തീരുമാനിച്ചു. എന്നിട്ട് KT മാനു മുസ്ലിയാരെ വിളിച്ചിട്ട് ശംസുൽ ഉലമ EK ഉസ്താദ് പറഞ്ഞു, എഴുത് KT എഴുത്, ഞാൻ പറഞ്ഞുതരാം വാചകം എന്ന് പറഞ്ഞ് KT മാനു മുസ്ലിയാരെ കൊണ്ട് എഴുതിച്ചു. എന്താ എഴുതിയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ലെന്നും രാഷ്ട്രീയ സംഘടന രൂപീകരിക്കേണ്ടതില്ലെന്നും എന്നാൽ സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തേണ്ടതാകുന്നു എന്ന് എഴുതി മിനിറ്റ്സിൽ ചേർത്തി ഒപ്പിട്ടു എല്ലാവരും. എന്നിട്ട് സമസ്തയുടെ ആ തീരുമാനം SYSലേക്ക് അയച്ചു തന്നു. സമസ്ത ഇങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന്. ആ SYSൽ ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ അവറുകൾ അധ്യക്ഷനാണ്, പ്രസിഡന്റാണ്. മഹാനവറുകൾ പറഞ്ഞു, സമസ്തയുടെ തീരുമാനം നമുക്ക് നടപ്പിൽ വരുത്തണം. അതിന് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് നടപ്പിൽ വരുത്താതെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. എല്ലാ പഞ്ചായത്തുകളിലേക്കും സർക്കുലർ അയച്ചു. രാഷ്ട്രീയം നോക്കാതെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിദ്യാർത്ഥികാര് ആര് സ്ഥാനാർത്ഥിയാവുന്നോ അവരൊക്കെ തോൽപ്പിക്കണമെന്ന്. അതിന്റെ മുമ്പ്, ഈ സർക്കുലർ അയക്കുന്നതിന് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ അങ്ങാടിയിൽ വെച്ച് മുജാഹിദുകളുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഒരു നേതാവ്, മുജാഹിദിന്റെ നേതാവും അദ്ദേഹം രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു തുള്ളി രക്തം ശരീരത്തിലുള്ള കാലത്തോളം ഇവിടെ മുജാഹിദിനെ നിലനിർത്താനും അതിനെതിരിൽ വരുന്നവരെ പരാജയപ്പെടുത്താനും ഞാൻ അധ്വാനിക്കും, ശ്രമിക്കും, എന്റെ മുതൽ മുഴുവൻ അതിനു വേണ്ടി ചെലവഴിക്കും എന്ന് പറഞ്ഞു. ഈ സമ്മേളനത്തിന്റെ ശേഷം പെട്ടെന്ന് ഒരു ആഴ്ച കൊണ്ട് സുന്നികൾ ഒരു സമ്മേളനമുണ്ടാക്കി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു. കടുത്ത RSSകാരനാണെങ്കിൽ പോലും, അവന് വോട്ട് ചെയ്താൽ പോലും സുന്നി വിരുദ്ധർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, അവരെ തോൽപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട EK അവിടുത്തെ പ്രസംഗിച്ചു. അത് സ്ഥിരീകരിച്ചുകൊണ്ട് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസംഗിച്ചു. കോട്ടുമല ഉസ്താദ് പ്രസംഗിച്ചു. ഹസൻ മുസ്ലിയാർ പ്രസംഗിച്ചു. എല്ലാവരും പ്രസംഗിച്ചു. അതിനുശേഷമാണ് ഈ സർക്കുലർ അയച്ചത്. ഈ ഒരൊറ്റ സർക്കുലർ കൊണ്ട് മുജാഹിദുകളുടെ നേതാക്കന്മാര് മുഴുവനും തറപറ്റിപ്പോയി. ഏറ്റവും വലിയ ഒരു നേതാവ്
പാറന്നൂർ കാരണം വയനാട്ടിലെ പിണങ്ങോട് എന്ന സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച ആളുമായ ഇബ്രാഹിം ഹാജി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ വലിയ സ്വാധീനമുള്ള ആള്. അയാൾ തോറ്റുപോയി. മറ്റൊരു മുജാഹിദ് നേതാവ് PP അബ്ദുറഹ്മാൻ മാസ്റ്റർ, അയാൾ തോറ്റുപോയി. വാണിമേൽക്കാരനായ തറുവൈ ഹാജി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് കൊല്ലങ്ങളോളം പ്രവർത്തിച്ച മുജാഹിദ് നേതാവ്, അയാൾ തോറ്റുപോയി. അങ്ങനെ ഒരു 10-25ഓളം മുജാഹിദ് നേതാക്കൾ തോറ്റ് അമ്പിപ്പോയപ്പോഴാണ് ഇവിടെ സമസ്ത ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല, സമസ്തനെ പിളർത്തണോന്ന് ചിന്തിച്ചത്. ചെറുപ്പക്കാരായ മുത്താലിമ്യങ്ങളും ആലിമ്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഭിന്നിച്ചത് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവിടെ ഒരു സ്റ്റേജിൽ പോയി കുത്തിരുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അതിനു വേണ്ടിയൊന്നുമല്ല. ഇരുന്നത് ശരിയാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഇരുന്നത് തെറ്റ് തന്നെ. പക്ഷേ ആ ഒറ്റ യുദ്ധത്തിന് വേണ്ടി സംഘടന വളർന്നതല്ല. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്താനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി അടിയറ പറയാനുള്ളതല്ല. ഏത് രാഷ്ട്രീയമോ ആവട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയങ്ങളെല്ലാം ഒരു താൽക്കാലിക ഭൗതിക രാഷ്ട്രീയമാണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ആത്മീയമായ രാഷ്ട്രീയമല്ല. ഇവിടെ ദീൻ നടത്താൻ ഒരു രാഷ്ട്രീയക്കാരനും വരുന്നുമില്ല, സാധിക്കുന്നുമില്ല. എന്നാൽ ഉള്ളതിൽ നല്ലത് എടുക്കുക എന്നല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സുന്നികളൊക്കെ വോട്ട് ചെയ്യും, ജയിപ്പിക്കും. പക്ഷേ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പള്ളികളെയും പിടിച്ചെടുക്കുന്ന, എന്നിട്ട് മുജാഹിദ് ജമാഅത്തുകാരുടെ കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചതാണ്. അത് ഞാൻ ഒറ്റക്ക് തീരുമാനിച്ചതല്ല, EK മുസ്ലിയാർ തീരുമാനിച്ചതല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെയും EK ഉസ്താദിന്റെയും മറ്റ് പണ്ഡിതന്മാരുടെയും ഇടയിലുള്ള മുശാവറ എടുത്ത തീരുമാനമാണ്. അത് നിങ്ങൾക്ക് എല്ലാവരും ഒന്നായി നിന്ന സമയത്ത് അച്ചടിച്ചിറക്കിയ സമസ്തയുടെ 60ാം വാർഷിക സപ്ലിമെന്റ് നോക്കിയാൽ കാണാം. അതിലുണ്ടല്ലോ സമസ്തന്റെ മിനിറ്റ്സിലുള്ള പല കാര്യങ്ങളും എഴുതിയിട്ട് എടുത്ത് ഉദ്ധരിച്ചതാ. അതിന് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തനമ്പുഹാവണം, നമ്മൾ ഉണരണം. നമ്മുടെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത് അത് നിലനിർത്തൽ തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോ എവിടെന്നെങ്കിലും ഒരുത്തം വന്ന് ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയക്കാര് മന്ത്രിമാര് വരെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോ നമ്മളിവിടെ ഒന്നുമില്ലാണ്ട് നിൽക്കൂന്ന് മനസ്സിലാക്കണ്ട. തീർച്ചയായും അത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം ഒരു ഖതീബ്, ഒരു മുദർരിസ്, ഒരു ആലിം, അതുപോലെ ഒരു സംഘടന, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയിൽ വിവിധ രാഷ്ട്രീയക്കാരുണ്ട്. അതുകൊണ്ട് ഈ സംഘടന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആവണം എന്ന് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ നമ്മളോട് എതിരാകും. മറ്റുള്ളവർ നമ്മളെ എതിർക്കും, അവർ വെറുക്കും. അപ്പോൾ നമ്മുടെ വാക്ക് സ്വീകരിക്കുകയില്ല. അതാണ് ഹിക്മത്ത്. ദീനിലേക്ക് ക്ഷണിക്കാൻ ഹിക്മത്ത് വേണം. നിങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി ഒരു സ്ഥലത്ത് പറയുന്നു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 4 ശിഷ്യന്മാരെ ഹനഫി മസലക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു.
ഹനഫി മദ്ഹബ് പ്രചരിപ്പിക്കാൻ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി 4 ശിഷ്യന്മാരെ പറഞ്ഞയച്ച്, ആ 4 ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവര് ചെന്ന് പറഞ്ഞത് തന്നെ അബൂ ഹനീഫയുടെ ശത്രുക്കളൊക്കെ ഉള്ള സ്ഥലത്താ എത്തിപ്പെട്ടത്. അങ്ങനെ കേട്ട ഉടനെ തന്നെ അയാളെ മദ്ഹബ് ഇവിടെ പറയണ്ട, അയാളെ മദ്ഹബ് ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ എതിർത്ത്. ഇവര് വന്നിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങളോട് പറഞ്ഞു, ജനങ്ങള് ഹനഫി മദ്ഹബുമായിട്ട് ചെല്ലുമ്പോൾ എതിർക്കുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നിങ്ങള് ശരിയായ തബ്ലീഗ് പഠിച്ചിട്ടില്ല, ശരിയായ പ്രസംഗവും ശരിയായ സംഘടനാ പ്രവർത്തനവും നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാമെന്നാണ് അല്ലേ. ഇവിടെ ശിഷ്യന്മാര്, എന്റെ ശിഷ്യന്മാരുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും പറയലുണ്ട്. അല്ലാത്ത നമ്മളെ ക്ലാസ്സിലും പറയാറുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കാൻ ചെന്നാൽ ഉടനെ അവിടെ നിന്ന ഉടനെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും തബ്ലീഗിന്റെയും പേര് പറയരുത്. കാരണം അവിടെ നിഷ്പക്ഷകന്മാരെന്ന് പറഞ്ഞിട്ട് വരുന്ന ചിലരുണ്ടാകും. അവർ നിഷ്പക്ഷകരോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും ഞങ്ങൾ നിഷ്പക്ഷകന്മാരാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ചിലരുണ്ട്. അവരടുക്ക് പെട്ടെന്ന് മുജാഹിദിനെയും ജമാഅത്തിനെയും മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങളെയും അങ്ങ് പറയുമ്പോൾ അവർക്ക് തോന്നുന്നു ഈ സുന്നി മുസ്ലിയാക്കന്മാർക്ക് ഈ ഗണ്ണിക്കുന്ന പണി തന്നെ ഉള്ളൂ, അവരതിനു വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കി വേഗം അവരങ്ങ് എഴുന്നേറ്റ് പോവും. ഇനി കേട്ടാൽ തന്നെ അവര് അതിനെ ശ്രദ്ധിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഇമാം റാസി ഈ ചരിത്രം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ദീൻ പഠിപ്പിക്കാം. ദീൻ പഠിപ്പിക്കുമ്പോ അഖീദ പഠിപ്പിക്കുക. അഖീദ പഠിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയുക, ഈ അഖീദയാണ് അബൂ ഹനീഫ ഇമാമും മാലിക് ഇമാമും ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബലും. പക്ഷെ അന്ന് ഷാഫി ഇമാമില്ല. അബൂ ഹനീഫ പറഞ്ഞപ്പോ ഷാഫി ഇമാമില്ല കേട്ടോ. അബൂ ഹനീഫ ഇമാമ് വഫാത്തായ അന്നാണ് ഷാഫി ഇമാമ് ജനിച്ചത്. അപ്പൊ ഏതായാലും അബൂ ഹനീഫ ഇമാമിന്റെയും മറ്റ് ഇമാമിങ്ങളെയും ഇടയിൽ അഖീദയിൽ വ്യത്യാസമില്ലല്ലോ. ഉണ്ടോ? 4 മദ്ഹബുമില്ല, 2 മദ്ഹബുമില്ല, ഒരൊറ്റ മദ്ഹബാണ് അഖീദയിൽ ഉള്ളത്. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ പറയുന്നു, നിങ്ങൾ ആദ്യമായി അഖീദകൾ പറഞ്ഞു കൊടുത്തിട്ട് എന്റെയും മറ്റ് എന്റെ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളുടെയും പേര് പിന്നെ പറഞ്ഞിട്ട് ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയും. ഒന്ന്. രണ്ടാമത്തത്, ഒരു ഫിഖ്ഹിയായ മസ്അല നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഹാദാ മദ്ഹബുൽ ഇമാം അബീ ഹനീഫ, ഇതാണ് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് എന്ന് പിന്നെ പറയുക. എന്നാൽ അവർ സ്വീകരിക്കും, അവരത് എതിർക്കൂല. കയറി ചെല്ലുമ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഹനഫി മദ്ഹബ് പ്രചരിപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞാല് എന്താവൂല, സ്വീകരിക്കില്ല. അതുപോലെ SYSന്റെ ആശയം പ്രചരിപ്പിക്കാൻ പോകുമ്പോഴും സമസ്തയുടെ ആശയം പ്രചരിപ്പിക്കാൻ പോകുമ്പോഴും അവിടെയെല്ലാം ഹിക്മത്തുകൾ വേണം. ആശയം ആദ്യമായി പറഞ്ഞിട്ട് ഈ ആശയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രചരിപ്പിക്കുന്നത്, ഈ അഖീദയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രചരിപ്പിക്കുന്നത്, ഈ അഖീദയാണ്, ഈ പദ്ധതിയാണ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രചരിപ്പിക്കുന്നത്
ഇതാണ് എത്തത്തപ്പ് പ്രവർത്തിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ പിന്നീട് പറഞ്ഞാൽ ആളുകൾ അത് സ്വീകരിക്കും. അപ്പൊ ഹിക്മത്ത് വേണം. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൂ ഹനീഫ എന്താ പറഞ്ഞു? ബാങ്ക് കൊടുക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു എന്റെ കിതാബ് ഇവിടെ, എന്റെ കിതാബ് ഞാന് കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എ.പി. മുഹമ്മദ് മുസ്ലിയാരുണ്ട് ഇവിടെ, പ്രസംഗിക്കാനുണ്ട്. അതിന്റെ പുറമെ നമ്മളുടെ സംഘടന രൂപീകരണവും പ്രചരണവും അതൊക്കെ അതുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നമ്മുടെ നേതാക്കന്മാർ സ്ഥാപിച്ചത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഇവിടെ പ്രചരിപ്പിക്കാനും നിലനിർത്താനുമാണ്. അതിനെതിരിൽ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്ത പ്രവർത്തകരും എല്ലാം വന്നിട്ടുണ്ട്. വന്നതിലെല്ലാം അവർ കുറച്ചൊക്കെ വിജയിച്ചു, കുറച്ചെല്ലാം തോറ്റ്. ഏതായാലും സുന്നത്യമായിട്ട് ഇവിടെ നിലനിന്നിട്ടുണ്ട്, അതിൽ സംശയം വേണ്ട. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അതാണ്. എന്തെന്ത് എതിർപ്പുകൾ വന്നാലും, ഏത് ശക്തിമത്തായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വന്നാലും നാം ഇടറിപ്പോകരുത്. ഇടറിപ്പോകൂല. ഇടറിപ്പോ ഇല്ലാന്ന് ഉറപ്പ് ഒന്ന് നിന്നൊക്കെ നമ്മള് ഇല്ലാന്നുള്ളവരൊക്കെ സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കും എല്ലാവർക്കും ബാധകാകും. അല്ല, ആരോ ഉണ്ടോ നോക്കിക്കൾ. അതിന്റെ ഇടയിൽ മെല്ലെ പെട്ടുപോയവര് ഓനും കുടുങ്ങി. അല്ലാഹു അക്ബർ. എല്ലാവർക്കും ഉച്ചന്റെ ശേഷമായതുകൊണ്ട് ഉറക്ക് വരണ്ടാന്നും കൂടി ഉണ്ട്, ഉദ്ദേശമുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അവസ്ഥ. നമുക്ക് ഈ ലക്ഷ്യം ആവണം കേട്ടോ. വേറെ ഒരു കാര്യവും നമ്മുടെ കൽബിൽ വരാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പ്രവർത്തനത്തെ തകിടം മറിക്കാൻ ആര് വന്നാലും അതിനെ നാം യുക്തിയുക്തം ചെറുക്കും. അത് ചെറുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനിയും പഠിപ്പിക്കാൻ സാധിക്കും, സംശയം വേണ്ട. അതുകൊണ്ട് 4 ആരെങ്കിലും തുള്ളുമ്പോഴേക്ക് അതിനൊത്ത് ഇവിടുത്തെ നേതാക്കളും ഒന്നും തുള്ളിപ്പോണ്ട. ഇവിടുത്തെ ജനങ്ങള്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് ധാരാളം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കേരള യാത്രയിൽ പങ്കെടുത്തൊന്നും മനുഷ്യന്മാരല്ലേ? ഇപ്പോ താജുൽ ഉലമയുടെ അനുസ്മരണം 10 ഏക്കർ സ്ഥലത്തല്ലേ നമ്മൾ സംഘടിപ്പിച്ചത്. അത് നടന്നിട്ട് പിന്നെ റോഡും നടന്നില്ലേ? ഇതൊന്നും മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാരല്ലേ? ആണ്. അപ്പോ ഇതൊക്കെ മനുഷ്യന്മാരാ. അതുകൊണ്ട് ഈ മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടാവണം. അവരൊക്കെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. എല്ലാവർക്കും അവരുടെ ആശയം പറയാൻ കഴിയണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിൽക്കണം. ഈ ഒരൊറ്റ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിനെതിരിൽ പ്രവർത്തിച്ചാൽ നമ്മളും പ്രവർത്തിക്കേണ്ടി വരും എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആലിമീങ്ങളോട് പറയണം. ഇപ്പൊ പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിങ്ങൾ തസവുഫിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എത്ര മാസങ്ങളോളം പറഞ്ഞാൽ തീരുമോ?
ഇവിടെ ഏറ്റവും അധികം ശരീഅത്തിന് വിരുദ്ധമായി നടക്കുന്ന തരീഖത്തുകാർ എന്ന് പറയുന്നത് നഖ്ശബന്ദി തരീഖത്തുകാരാണ്. ഏത് നമ്മളെ കേരളത്തില് തരീഖത്തിനെതിരായി ശറഇനെതിരായി നടക്കുന്ന വലിയ തരീഖത്ത് പേര് പറയൽ നഖ്ശബന്ദീനാണ്. എന്നാൽ നഖ്ശബന്ദി തരീഖത്തിന്റെ ആദ്യത്തെ ഖലീഫ ഇന്ത്യ രാജ്യത്ത് ഒന്നാമത്തെ ഖലീഫ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ബാഖി ബില്ലാ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ കൂടുതൽ തരീഖത്തിന്റെയും ബൈഅത്തിന്റെയും മാർഗത്തിൽ നിൽക്കാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ മുജദ്ദിദ് അൽ-ഫസാനി അൽ-ഇമാമുർ റബ്ബാനി അൽ-ഇമാം അഹ്മദു സർഹിന്ദി റളിയല്ലാഹു അൻഹു. സർഹിന്ദ് നമ്മളെ ഇന്ത്യ രാജ്യത്തെപ്പെട്ട സ്ഥലമാണ്. സർഹിന്ദ് എന്ന് പറയുന്നത് പഞ്ചാബിന്റെ ഭാഗമാണ്. ആ സർഹിന്ദിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. നിങ്ങൾക്ക് കാണാം, നഖ്ശബന്ദി തരീഖത്തും ഷാദുലി തരീഖത്തും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഷാദുലി തരീഖത്തിന് ദിക്ർ ചെല്ലുമ്പോൾ അല്പം തഹറുക്ക് ഉണ്ടാകും, അല്പം ഇളക്കമുണ്ടാകും. അതേസമയത്ത് ഇമാം റബ്ബാനിയുടെ മഖ്ബറയിലേക്ക് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് നോക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇമാം റബ്ബാനിയുടെ മഖ്ബറയിലേക്ക് ചെന്നാൽ അൽ ഹുദു അൽ ഹുദു അൽ ഹുദു ഖാമോസ് റഹോ ഖാമോസ് റഹോ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം. എന്താണ്? ഇമാം റബ്ബാനി അൽ മുജദ്ദിദ് അൽ ഫസാനി ഇമാം അഹ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു അവരാണ് നഖ്ശബന്ദി തരീഖത്തിന്റെ വലിയ ശൈഖായി അറിയപ്പെട്ട ആള് ഇന്ത്യ രാജ്യത്ത്. അവരുടെ മക്തൂബാത്ത് എന്ന ഒരു കിതാബുണ്ട്, 2 ജിൽദ്. ആ 2 ജിൽദിലും 300-ലധികം കത്തുകൾ ഈ രാജ്യത്തുള്ള മുതലാളിമാർക്കും അതുപോലെ കള്ള ശൈഖന്മാർക്കും തരീഖത്താണെന്ന് പറഞ്ഞു വരുന്നവർക്കും പണക്കാർക്കുമൊക്കെ എഴുതിയ കത്താണ് കേട്ടോ. ആ കത്തൊരു മുഴുവനും ഇമാം സർഹന്ദി ഇമാം റബ്ബാനി തങ്ങള് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശരീഅത്ത് മുറുകെ പിടിക്കണമെന്നാണ്. എല്ലാ കത്തിലും അവിടുന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശരീഅത്ത് മുറുകെ പിടിക്കണം. ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ടാണ് തരീഖത്ത്. ഇമാം റബ്ബാനിയേക്കാൾ വലിയൊരു ശൈഖ് ആരാണ് ഇവിടൊക്കെ ഇന്ത്യ രാജ്യത്ത് വന്നത്? നഖ്ശബന്ദി തരീഖത്തിന് ആരുമില്ല. ചിശ്തി തരീഖത്തിന്റെ ഏറ്റവും വലിയ മഹാനാണല്ലോ മലിക്കുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവരുടെ ശൈഖ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ അജ്മീറിലേക്ക് അയച്ചുകൊടുത്ത് നീ ഇന്ത്യ രാജ്യത്ത് പോയി ദീനീ തബ്ലീഗ് ചെയ്യണം, പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചുകൊടുത്ത ഷെയ്ഖിന് കശ്ഫുൽ മഹ്ജൂബ് എന്ന ഒരു കിതാബ് ഉണ്ട്. ആ കിതാബ് അറബിയിലും ഉറുദുവിലും പാർസിയിലുമെല്ലാം ഉണ്ട്. ആ കിതാബ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ശരീഅത്ത് മുറുകെ പിടിക്കണമെന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. ഔത്തുൽ ആലം ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫുതൂഹുൽ ഗൈബ് അതെടുത്ത് നോക്കിയാലും ഒന്നാമത്തെ മഖാല തന്നെ അൽ മഖാലത്തുൽ ഊലാ ഫീമാ ലാ ബുദ്ദ മിൻഹു എന്ന് പറഞ്ഞിട്ട് ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ മിൻ സലാസതി അശിയാഅ
അംറുൻ യംതസിലുഹു വനഹിയുൻ യജ്തനിബു അൻഹു വഖദറുൻ യർളാ ബിഹി. 3 കാര്യം. ഒന്ന്, ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക. രണ്ടാമത്തത് ഇജ്തിനാബു നവാഹിഹി, അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളെ തടയുക, വെടിയുക. മൂന്നാമത്തത് വഖദറുൻ യർളാ ബിഹി, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്ന് ഇമാം ഔദുൽ ആലം തങ്ങൾ തന്റെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദുൽ കബീറുൽ റിഫായി തന്റെ കിതാബുൽ ബുർഹാൻ എന്ന് പറയുന്ന കിതാബിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അശൈഖ് ഇബ്രാഹിം ദസൂഖി തങ്ങൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ മശായിഖുകളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളെ ചെറിയ കുട്ടികൾക്ക് വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത്. ബാക്കി പറയാൻ അറിഞ്ഞൂടെ? ബികിതാബി റബ്ബി വൽ ഹദീസ് തഅസ്സലാ. കിതാബും ഹദീസും ശരീഅത്ത് അത് പഠിപ്പിച്ചതാണ് തരീഖത്ത് എന്ന്. അതുകൊണ്ട് നാം ഈ കള്ളത്തരീഖത്തിന്റെയും തരീഖത്ത് നിഷേധിക്കുന്നവരുടെയും ഇടയിലാണുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ. ഞാൻ പറയുമ്പോൾ നിങ്ങളങ്ങ് ഓതൂടി എല്ലാവരും ആലിമീങ്ങളല്ലേ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. നിങ്ങളെ നാം വസത്ത്, ലാ ഇഫ്റാത്ത വലാ തഫ്രീഖ, അപ്പുറവുമില്ല ഇപ്പുറവുമില്ല, അതിന്റെ നടുവിൽ. കണ്ടോ, തരീഖത്ത് നിഷേധികളല്ല നമ്മൾ. തീർച്ചയായും നാം തരീഖത്ത് സ്വീകരിക്കുന്നവരും തരീഖത്തിനെ പിടിക്കുന്നവരും അതുകൊണ്ട് നടക്കുന്നവരും തന്നെയാണ്. പക്ഷേ ബാത്തിലായ തരീഖത്തിലേക്ക് നമ്മളില്ല. അത് രണ്ടിന്റെയും നടുക്ക്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. പിന്നെ ഒരു കൂട്ടർക്ക് ഇവിടെ ഗീബത്ത് പറയണം. അതവർക്ക് നല്ല രസമാണ്. അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. ഞാൻ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചുതരാം. ഇമാം ഷഹറാനിയുടെ ഒരു ഇബാറത്ത്. വകാന സയ്യിദി ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു യഖൂലു ലിഖുറാഇൽ ഖുർആൻ. ഖുർആൻ ഓതുന്നവരോട്, നല്ല ആലിമീങ്ങളോട് ഇബ്രാഹിം ദസൂഖി തങ്ങൾ പറഞ്ഞാറുണ്ടായിരുന്നു, ഇയ്യാക്കും വൽ ഗീബത്ത, നിങ്ങൾ ഗീബത്ത് സൂക്ഷിക്കണം. വത്തകല്ലുമ ബിൽ കലാമിൽ ഫാഹിഷി, ഫാഹിഷായ സംസാരം നിങ്ങൾ പറയരുത്, നിങ്ങൾ സൂക്ഷിക്കണം. കേൾക്കണേ, ഫാഹിഷായ നീചമായ വാക്ക് പറയുക. കുമ്മ തത്ലൂനൽ ഖുർആന, പിന്നെ നിങ്ങൾ ഖുർആൻ ഓതുക. ഓ, നമ്മള് ഖുർആൻ ഓതുന്നുണ്ട്, ഇൽമു പഠിക്കുന്നുണ്ട്. ഫലല്ല. ഫഇന്ന ഹുക്മ ദാലിക ഹുക്മു മൻ മസ്സ ബിഅൽഫാദിൽ ഖുർആനിൽ ഖദിറ വലാ ശക്ക ഫീ കുഫ്രിഹി. ഇമാം ഷഹറാനി പറയുന്നു, ഖുർആൻ ഓതിയിട്ട് പിന്നെ ഖുർആന്റെ അൽഫാദിനെ നജസ് പുരട്ടിയാൽ അത് കാഫറല്ലേ. അപ്പൊ ഞാൻ ഖുർആൻ ഓതിക്കണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതുപോലെയാണ് നിങ്ങൾ നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും ഫസ്വാദും പറഞ്ഞിട്ട് അന്നാവ് കൊണ്ട് ഖുർആൻ ഓതിയോണ്ട് ഫലല്ല. വഹാദാ അംറുൻ ഖദ് അമ്മ ഗാലിബ ഖുർആനിൽ ഖുർആനി. അധിക ആളുകളെയും വലിയ പണ്ഡിതന്മാര് അധിക പേർക്കും ഇത് പണിഞ്ഞിട്ടുണ്ട്. ഈ രോഗം വലാ യക്കാദു യസ്ലമു മിൻഹു ഇല്ലൽ ഖലീൽ. കുറഞ്ഞ ആളുകളല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടൂല. ഹത്താ ഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് വസുഫിയാൻ അസ്-സൗരി. കേൾക്കുന്നുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദും സുഫിയാൻ അസ്-സൗരിയും പറഞ്ഞു, ഖദ് സാറൽ ഖുർറാഉ
യതഫക്കഹൂന ഫീ ഹാദ സമാനി ബിൽ ഗീബത്തി. ഇവർക്ക് യതഫക്കഹൂന, ഫാക്കിഹത്ത്, എന്താ ഫാക്കിഹത്ത് പറഞ്ഞാൽ പഴം, അവർ പഴം തിന്നുന്നത് പോലെ ആക്കിയിരിക്കുന്നു. എന്ത്? ഗീബത്തും വതൻകീസി ബഅദിഹിം ബഅദാ, ചിലർ മറ്റു ചിലരെ മോശമായി കാണലും അവർക്കൊരു പഴം കഴിക്കുന്നത് പോലെയാണ്. എന്താ അവരിങ്ങനെ മറ്റുള്ളവരെ തരം താഴ്ത്തി പറയുന്നത്? ഖൗഫൻ അൻ യഅലൂ ശഅ്നു അഖ്റാനിഹിം അലൈഹിം. കണ്ടോ? ഖൗഫൻ അൻ യഅലൂ ശഅ്നു അഖ്റാനിഹിം അലൈഹിം വയസ്തഹിറൂന ബിൽ ഇൽമി വസ്സുഹ്ദി വൽ വറഇ ദൂനഹും. കണ്ടോ? ആളുകൾ പൊന്തിപ്പോകോ, മറ്റു ചിലർക്ക് പേര് കിട്ടിപ്പോകുമോ എന്ന പേടി കൊണ്ട് അവരിതാ ഗീബത്തും നമീമത്തും പറയുന്നു. എന്നിട്ടോ വബഅദുഹും യജ്അലുഹാ കൽ ഈദാമി ഫി ത്വആമി, ഭക്ഷണത്തിൽ കൂട്ടാൻ കൂട്ടുന്നത് പോലെ അവർക്ക് ഈ ഗീബത്ത് നമീമത്ത് പറയണം. അഖഫുഹും ഇസ്മ, അവർക്കതൊരു ചെറിയതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ അതൊരിക്കലും ശരിയല്ല കേട്ടോ. വറഅയ്തു ശഖ്സൻ മിനൽ മുദാവിലീന യഖറഉ കുല്ല യൗമിൻ ഖത്മതൻ, ഒരു വലിയ ഓത്തുകാരന് എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർക്കും. വഹുവ മഅ ദാലിക ലാ യകാദു യദ്കുറു അഹദൻ മിനൽ മുസ്ലിമീന ബിഖൈറിൻ. ഒരാള് ഇയാൾക്ക് പിടിക്കൂല, ഇയാള് ഒരു മുസ്ലിമിനെ ഈ ഖൈർ പറയൂല, എല്ലാം മോശപ്പെട്ടവരന്നെ, ഇയാള് തന്നെ മാത്രം വലിയ ആള്. ഇന്നമാ ഹുവ ഗീബത്തുൻ വദ്ദിറാവുൻ, ഇയാൾക്ക് ഗീബത്തും നബീബത്തും മാത്രമാണ് പണി. ഫനഹൈതുഹു അൻ ദാലിക, ഞാൻ അയാളോട് പറഞ്ഞു അത് പറ്റൂല, അത് പാടില്ലാത്തതാണെന്ന് വിരോധത്തപ്പം. പിന്നെ അയാളെന്താ ചെയ്തത്? ഫതറകഹും വസ്തഗല ബിഗീബത്തി. അപ്പൊ എന്നാ പിന്നെ അവരെ പറയുന്നില്ല, എന്നിട്ട് എന്നെ പറയാൻ തുടങ്ങി. പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ഫഅള്ളിം യാ അഖീ സുന്നത നബിയിക വസ്തഗ്ഫിരില്ലാഹ മിൻ ഇസ്തിഹാനിക ബിതർക്കിഹാ ഫഇന്നക ലൗ സറഹ്ത ബിൽ ഇസ്തിഹാനതി കഫർത വഹുക്മുൽ ബാത്തിനി ഇൻദല്ലാഹി തആല ഫീ ദാലിക ഹുക്മുൽ ളാഹിരി. ഇമാം ഷഹറാനി അദ്ദേഹത്തിന്റെ ലവാഖ് എന്ന കിതാബിൽ, അതിന്റെ എത്ര പേര്? ലവാഖുൽ അൻവാറുൽ ഖുദ്സിയ്യ. പഴയതിന്റെ പേര്, പഴയ പേജ് 40, പുതിയതിൻ്റെത് 32. ഇമാം ഷഹറാനി അന്ന് പറഞ്ഞതാ, ആളുകൾ മേലായി പോവോ, പൊന്തിപ്പോവോ എന്ന് പേടികൊണ്ട് ഇത് പറഞ്ഞെടുക്കും. പക്ഷേ അതൊന്നും നടക്കൂല. അപ്പരിപ്പ് വേകാത്ത കാലമായി പോയിരിക്കുന്നു. ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെക്കാൾ വേറെ ആൾ പൊന്തിയാലും വിരോധമില്ല, വേറെ ആൾ താങ്ങാലും വിരോധമില്ല. നമ്മൾ അങ്ങനെ ഒരു ധാരണ നമ്മളെ കൽബിൽ വരാൻ പാടില്ല. ഏറ്റവും വലിയ അദബും ഏറ്റവും വലിയ ബഹുമാനവുമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായ ദിവസമാണ്. ഷാഫി ഇമാം കണ്ടിട്ടില്ല, അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. പക്ഷേ ധാരാളം ഷാഫി ഇമാമിനെ ബഹുമാനിക്കും, അബൂ ഹനീഫ ഇമാമിനെ ബഹുമാനിക്കും. എത്രത്തോളം? നിങ്ങൾക്ക് താരീഖ് ബഗ്ദാദ് നോക്കിയാൽ കാണാം. ഷാഫി ഇമാം പറയുന്നു, ഞാൻ ബഗ്ദാദിലായ കാലത്ത് അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ ധാരാളമായി പോകും. പ്രത്യേകിച്ച് എനിക്ക് വല്ല വിഷമഘട്ടങ്ങളുമുണ്ടായാൽ, വല്ല ഹാജത്തുകളും വീടേണ്ടി വന്നാൽ, ആ സമയത്ത് ഞാൻ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകും. എന്നിട്ട് അബൂ ഹനീഫ ഇമാമിനെ ഞാൻ സിയാറത്ത് ചെയ്യും.
വഅസ്അലുല്ലാഹ അൻ യഖ്ദിയ ഹാജതി, എന്റെ ആവശ്യം പൂർത്തിയാക്കി തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ഞാൻ ഫമാ റജഅതു ഇല്ലാ വഖദിയ ഹാജതി. ശാഫി ഇമാം പറയുന്നു, ഇമാം അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്തിട്ട് ഞാൻ ഒരൊറ്റ സമയത്തും മടങ്ങിയിട്ടില്ല, എന്റെ ആവശ്യം വീടിയിട്ടല്ലാതെ. ഇവിടെ ഹസദില്ല കേട്ടോ, യാതൊരു ഹസദുമില്ല. ഇമാമല്ലാതവനെ കാണുക പോലും ചെയ്യാത്ത ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അവരുടെ എല്ലാവരുടെയും അവസ്ഥ. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥാപനത്തില് ചെന്നിട്ട് അവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കും. അവിടെയൊക്കെ നിസ്കരിക്കും. ഒരു ദിവസം ഒരു മൂലയിൽ, ഒരു ദിവസം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചിട്ട് ഇമാം സുബ്കി പറഞ്ഞതെന്നാണ്, വഫീ ദാരിൽ ഹദീഹി ലതീഫു മഅനൻ ഉസല്ലി ഫീ ജവാനിബിഹാ വആവി. ഇമാം നവവി ദർസ് നടത്തിയ ഓരോ സ്ഥലത്തും ആ പള്ളിയിൽ ഞാനിങ്ങനെ നിസ്കരിക്കും. അസാനി അൻ അമസ്സ ബിഹർരി വജ്ഹി മക്കാനൻ മസ്സഹു ഖദമുൻ നവാമി. ഞാൻ എന്റെ മുഖം കൊണ്ടുപോയി വെക്കുന്നത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചവിട്ടിയ സ്ഥലത്ത് ആയി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടുപോയി, എനിക്ക് ബർക്കത്ത് കിട്ടിപ്പോയി എന്ന് കരുതിയാണ് ഞാൻ ആ പള്ളിയിൽ മുഴുവനും ഇങ്ങനെ മാറി മാറി നിസ്കരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയിമ്മത്തുകളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാം മഹാന്മാരായ ഔലിയാക്കളെയും ഉസ്താദുമാരെയും ബഹുമാനിക്കുന്നു. ഇമാം നവവിയുടെ കൂടെ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു മുത്തഅല്ലിമ് ഒരു ദിവസം ഇമാം നവവി ഭക്ഷണത്തിന് വിളിച്ചപ്പോ കൂടിയില്ല. അതൊക്കെ ഈ കിതാബിലുണ്ട്. ഒരു ദിവസം ഭക്ഷണത്തിന് കൂടിയില്ല. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഭക്ഷണത്തിന് കാണുന്നത്? അപ്പോൾ പറഞ്ഞു, ഉസ്താദ്, ഇന്നത്തെ ഭക്ഷണത്തിൽ ഞാൻ കൂടിയാൽ അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ട്, അതിലേക്ക് ഒരുപക്ഷെ ഉസ്താദിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് ഉസ്താദിന്റെ കണ്ണ് പതിഞ്ഞ് എടുക്കണമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ എടുത്തു പോകുമോ എന്ന പേടികൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നതെന്ന് ശിഷ്യൻ പറയുകയുണ്ടായി. അത്രത്തോളം ഉസ്താദുമാരുടെ കൂടെ അദബ് പാലിക്കുന്നവർ, മശായിഖുമാരുടെ അദബ് പാലിക്കുന്നവർ അവരായിരുന്നു കഴിഞ്ഞുപോയ ഔലിയാക്കളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും. അതുകൊണ്ട് ആലിമീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ആലിമീങ്ങളെ, നമ്മളെല്ലാവരും ഉലമാഇന്റെ കൂടെ അദബ് പാലിക്കണം. ഇപ്പോൾ ഇവിടെ ഒട്ടാകെ ഹാലടകി മനുഷ്യനെ മുർത്തദ്ദാക്കാനും മനുഷ്യനെ ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകാൻ വരെ കാരണമാകുന്ന നിലക്ക് ആധാറുകളെ സംബന്ധിച്ച് ഇവിടെ ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ തുടങ്ങിയതാണോ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക് ഹുദൈബിയ സന്ധിയിൽ അവിടുന്ന് മടങ്ങി, ഉംറ ചെയ്യാതെ മടങ്ങി. ഫൈൻ അസ്ർതും ഫമസ്തൈസറ മിനൽ ഹദിയി എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഹദിയ കൊടുത്ത് അവിടുന്ന് തഹല്ലുലായി. അപ്പോൾ മുടി കളയിച്ചു. ഈ മുടി കളയിച്ചുകൊണ്ട് അവിടെ ഒരു മരത്തിന്റെ കട്ടത്തിൽ വെച്ചപ്പോൾ അത് സഹാബികൾ എടുത്തു, ഓഹരി ചെയ്തെടുത്ത് സൂക്ഷിച്ചു. രണ്ടാമത്
ഉംറത്തുൽ ഖളാ, അടുത്ത വർഷം ഉംറ ചെയ്യുന്നു. അന്നും മുടി കളയിച്ചു. ആ കളയിച്ച മുടിയും സഹാബികൾ എടുത്തു, ഓഹരി ചെയ്തെടുത്തു. അതിനുശേഷം ജിഅർറാനത്ത് എന്ന സ്ഥലത്ത് പോയി ഉംറ ചെയ്തു. ആ ഉംറയിൽ മുടി വെട്ടിച്ചു. ബലമായ അഭിപ്രായം അനുസരിച്ച് വെട്ടിച്ചതാണ് അന്ന്. ആ വെട്ടിച്ച മുടിയും സഹാബികൾ എടുത്ത് സൂക്ഷിച്ചു. അവർ ബർക്കത്തെടുത്തു. നാലാമതായി ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടി കളയിച്ചു. ആ മുടിയുടെ നീളം ഈ കാതിന്റെ കൊന്നിയുടെ താഴ്ഭാഗം വരെ, പെരടി വരെ ഉണ്ടായിരുന്നു എന്ന് എത്രയോ ഹദീസിന്റെ കിതാബുകളിൽ ഉണ്ട്. അങ്ങനെ ആ മുടി കളയിച്ചു. വലഭാഗം മുടി കളഞ്ഞുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത്, രണ്ടാമതായി മൂർദാവിൽ ദിർവത്തിന്റെ മുടി കളയാൻ ഒരുങ്ങിയപ്പോൾ അഅ്തിനീ നാസിയത്തക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മൂർദാവിലെ മുടി ചോദിച്ചു. അത് അവിടത്തേക്ക് കൊടുത്തു. മൂന്നാമതായി അടഭാഗത്തെ മുടി കളയിച്ചു. അത് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അതിനുശേഷം ഇത് ഓഹരി ചെയ്തു കൊടുക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. ആ കൽപ്പിച്ചതനുസരിച്ച് സഹാബികൾക്കിടയിൽ ഓഹരി ചെയ്തു കൊടുത്തു. എല്ലാവരും ഒപ്പിട്ടോ? വെള്ളാസ് വിതരണം ചെയ്തില്ലേ? അൽവി സഖാഫി വിതരണം ചെയ്തില്ലേ? വിതരണം ചെയ്തോളൂ ഇപ്പൊ തന്നെ. ഇല്ല, അവിടെ കിട്ടിയില്ല. ഉടനെ കൊടുക്കണം. എഴുന്നീറ്റാൻ പിന്നെ ഉണ്ടാവുമോ? ഉടനെ കൊടുക്കണം. ഒപ്പ് പേരെഴുതിയിട്ട് ഒപ്പിടണം. നമ്പർ, വഴിക്ക് വഴി നമ്പർ എഴുതാൻ പാടില്ല. കാരണം ബുക്ക് പറിച്ചിട്ടാണ് തരുന്നത്. ആ ബുക്ക് പിന്നീട് തുന്നിയിട്ട് നമുക്ക് വഴിക്ക് വഴി നമ്പർ ഇടാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് നമ്പർ ഇടുമ്പോ 2500 ഇട്ടാൽ അതിന്റെ അപ്പുറത്ത് 3000 ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ വിതരണം ചെയ്യണം, വേഗത്തിൽ നമ്പർ ഇടുകയും വേണം. ഞാൻ നിർത്തുന്നു. ഇത് നമ്മൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതാ. ഇത് മർക്കസില് ഷെയർ മുബാറക്ക് വന്നതിന് ശേഷം പറയാൻ തുടങ്ങിയതാ അല്ല. നമ്മള് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 50 കൊല്ലായി ചുരുങ്ങിയത്. ബാക്കിയാത്തു സാലിഹാത്തുനിന്ന് ഞാൻ ബിരുദം വാങ്ങി വന്നിട്ട് ദർസ് തുടങ്ങിയിട്ട് 50 കൊല്ലം കഴിഞ്ഞു, പൂർത്തിയായി. ഈ 50 കൊല്ലത്തിന്റെ മുമ്പേ ഞാനത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 50 കൊല്ലമല്ല, അതിന്റെ മുമ്പേ പറയുന്നുണ്ട്. ബാക്കിയാത്തു സാലിഹാത്തിൽ റബീഉൽ അവ്വൽ 12 വെള്ളം മുക്കിക്കൊടുക്കുന്നത് ഞങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാൻ മുദരിസായതിന് ശേഷം എന്റെ നാട്ടിലെ വലിയൊരു മുതലാളി മറക്കാർ ഹാജി എന്ന് പറയുന്ന ആള് പറഞ്ഞു, എനിക്ക് അതൊന്ന് കുടിക്കാൻ പോകണം, കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വെല്ലൂരിൽ പോയി ഷെയർ മുബാറക്കിട്ട വെള്ളം കുടിച്ചു. അത് കാണുകയും ചെയ്തു. അങ്ങനെ 60 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം മുമ്പ് നമ്മളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മേലെയായി പോവോ എന്നുള്ള പേടി കൊണ്ട് എന്തോ ഇങ്ങനെ പറയുകയാണ്, പിച്ചും പിഴയും പറയുകയാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉലമാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സംശയം വേണ്ട, നിങ്ങൾക്കൊരിക്കലും സംശയം വേണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്കും അതുപോലത്തെ അവിടുത്തെ വിയർപ്പും അവിടുത്തെ നഖവും അവിടുന്ന് ചവിട്ടിയ ചെരുപ്പും എല്ലാ ചെരുപ്പും അതാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും വഅള് പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ, അവരുടെ വഅളാൽ പലരും ചായുന്നോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ വഅളിന്റെ മുമ്പായിട്ട് അവിടുന്ന് പറയും, യാ സാഹിബൽ വഖ്തി
ജബ്ഹത്തി തഹ്ത നിആലിക്കും അഇദു ബിക്കും നിയാബതൻ അൻകും. ഓ അഷ്റഫുൽ ഖൽഖായ നബിയേ, അവിടുത്തേക്ക് പകരമായി അവിടുത്തെ കൽപ്പന പ്രകാരം ഞാനിതാ വഅദ് പറയുന്നു. എന്റെ ജബ്ഹത്ത് അവിടുത്തെ ചെരുപ്പിന്റെ ചുവട്ടിലാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ മശായിഖന്മാർ മുഴുവനും പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചെരുപ്പിനെയും അതുപോലെ ഇമാം യൂസുഫ് ഇബ്നു ബഹാരി പറഞ്ഞില്ലേ, സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തിന അലൈഹി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഅലിന് ഖിദ്മത്ത് ചെയ്തിട്ട് വിജയിയായി. ഞാൻ ആ നഅലിന്റെ സൂറത്ത് ഇനി ഖിദ്മത്ത് ചെയ്തുകൊണ്ട് വിജയിയാവാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മഹാന്മാരായ ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, അവർ ആധാറുകൾ കൊണ്ട് തബറക്കെടുക്കുകയും അൽഹംദുലില്ലാഹ് ഞാൻ ഇന്നലെ 4 ദിവസം മുമ്പ് നമ്മൾ അബൂദാബിയിൽ ഒരു സ്ഥലത്ത് പോയി. അപ്പോ മിസ്റിലുള്ള ഒരാള് കുറെ മുസ്ഹഫ് കൊണ്ടുവന്നിരിക്കുന്നു. 650 കൊല്ലം മുമ്പ് ഓലക്കട്ടത്തമ്മൽ എഴുതപ്പെട്ട മുസ്ഹഫ്. കരിമ്പനിന്റെ ഓല, അതിന്റെ മുകളിൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള മുഴുവൻ ആയത്തുകളും എഴുതപ്പെട്ട പഴയ മുസ്ഹഫ്. ആ കാലഘട്ടത്തിൽ ഈ എഴുത്ത് സമ്പ്രദായമൊന്നുമില്ല. അതുകൊണ്ട് ഓലന്റെ മുകളിൽ എഴുതപ്പെട്ട മുസ്ഹഫ് മണ്ണുകൊണ്ട് പലക്കട്ടത്തിൽ എഴുതപ്പെട്ട, മണ്ണുകൊണ്ട് പലക്കട്ടം ഇങ്ങനെ തേച്ചുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ എഴുതപ്പെട്ട മുസ്ഹഫ്. ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഇവിടെ വന്നാൽ ഇവർക്ക് ബോധം കെട്ടുമോ? അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വേണ്ട. തുർബത്തുർ റൗള, റൗള ഷരീഫിന്റെ തുർബത്ത് കൊണ്ടുവന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പ്രസംഗിച്ചു. മർക്കസിലുണ്ട്. തുടങ്ങിപ്പോയി. യഹ്റുമു നഖ്ലു തുറാബി മിനൽ മക്ക വൽ മദീന. മദീനയിൽ നിന്നും മക്കയിൽ നിന്നും തുറാബ് നീക്കം ചെയ്യൽ ഹറാമാകുന്നു. ഇല്ലാലി തദാവീന്ന് അവിടുത്തെ അങ്ങോട്ടൊന്ന് വായിച്ചൂടെ? ഇല്ലാലി തദാവി, തദാവിക്ക് വേണ്ടി കൊണ്ടുവരാം എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഉലമാ. അങ്ങനെ ആ തദാവിക്ക് വേണ്ടിയും അതുപോലെയുള്ള നഫലുകൾക്ക് വേണ്ടി തുർബത്തുർ റൗള, തുർബത്തുർ റൗള എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിട്ട് അത് എടുത്തുകൊണ്ടുവരല്ല. മദീനത്തെ മണ്ണ് കൊണ്ടുവരല്ല. ഏസിന്റെ റൂം നിങ്ങൾ അടച്ചിട്ടിട്ട് AC ഇടുന്ന റൂമില്ലേ, ആ റൂമിൽ കുറെ ദിവസം കഴിയുമ്പോ കയ്യിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തടകി നോക്കിയാൽ അവിടെ പൊടി കാണും. അതാണ് മദീന മുനവറയിൽ ലക്ഷോപിലക്ഷം ജനങ്ങൾ നടക്കുമ്പോ പറക്കുന്ന മണ്ണിന്റെ പൊടി അതിന്റെ ഉള്ളിലേക്ക് വരും. അതുപോലെ അത് റൗള ഖബർ ഷരീഫിന്റെ മുകളിൽ വീഴും. അവിടുന്ന് വടിച്ചെടുക്കുന്ന മണ്ണ് ആണ് റൗളത്ത് തുർബത്തുൽ റൗള എന്ന് പറഞ്ഞത്. അത് ബർക്കത്തിന് വേണ്ടിയും അതെടുക്കാം. മറ്റേ മദീനത്തുള്ള മണ്ണ് നീക്കം ചെയ്യലാണ്. അത് ബർക്കത്തിനല്ല, അത് ദവാഇന് വേണ്ടിയാണ്. അങ്ങനെ 2 വിധത്തിലും ഉള്ള ഇതെല്ലാം കാണുമ്പോ ബേജാറായിട്ട് നമ്മളെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകണ്ട. നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കണം. അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം. മൻ യഇശ് മിൻകും ബഅദി, എന്റെ ശേഷം ആരെങ്കിലും ജീവിച്ചാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളമായി അഭിപ്രായ ഭിന്നത കാണും. എന്നാൽ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനുൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദി, അതിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം
എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉലമാക്കളെ, നിങ്ങളല്ലാതെ നമ്മളല്ലാതെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ മറ്റാരുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തടകൊടഞ്ഞ് എഴുന്നേൽക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവനും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം, ഹിക്മത്ത് കൊണ്ട് പഠിപ്പിക്കണം, മൗഇദത്ത് കൊണ്ട് പഠിപ്പിക്കണം, നല്ല നിലക്ക് പഠിപ്പിക്കണം. ഗീബത്ത് നമീമത്ത് ഫസാദ് കൊണ്ട് പഠിപ്പിക്കണ്ട. അങ്ങനെ അവരെ പറഞ്ഞു നടന്നോട്ടെ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ആരാണത്? ശയാത്തീനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട ശൈത്താൻ, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട ശൈത്താനും. യുഹീ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി, ബഅ്ദു ബഅ്ദിലേക്ക് അതാ അനാവശ്യമായ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഊതിക്കൊടുക്കും, അവർ പറഞ്ഞു കൊടുക്കും. വലൗ ശാഅ റബ്ബുക ലമാ ഫഅലൂഹു, അല്ലാഹു തആല അത് പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ വെച്ചതാ. അങ്ങനെ ശത്രുക്കളെ വെച്ചത് അള്ളാഹു നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹു തആല വേണമെന്ന് വെച്ചത് നമ്മളെ പരിശോധിക്കാനാണ്. അതുകൊണ്ട് വദർഹും വമാ യഫ്തറൂൻ, അവർ പറയുന്ന കള്ളത്തരങ്ങൾ അവർ പറഞ്ഞുകൊള്ളട്ടെ, അവരതുമായി നടക്കട്ടെ. നിങ്ങൾ നിങ്ങളെ ജോലി നോക്കണമെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ആലിമീങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സംഘടന വളരെ സുശക്തമായ സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വളരെ ശക്തിയുള്ള സംഘടനയാണ്. അത് ഇതുവരെ നയിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. ഇന്ന് നാം എം.എ. ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നമ്മളൊക്കെ അതിന്റെ പ്രവർത്തകരാണ്. നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, ശക്തിപ്പെടുത്തുക. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഈ സംഘടനയിലൂടെ എല്ലായിടത്തും നടത്തുക. അതിന്റെ ഘടകമായ SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം, അതുപോലെ SMA സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, അതുപോലെ SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, മദ്രസയുടെ ജമിയത്തുൽ മുഅല്ലിമീൻ, ഇങ്ങനെയുള്ള ഈ സംഘടനകളെയെല്ലാം നിങ്ങൾ ശക്തിപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ ദിനപത്രമായ സിറാജ് ദിനപത്രം നിങ്ങളെല്ലാവരും വായിക്കണം. ഞാൻ നിർത്തുന്നു. നിങ്ങൾ വായിച്ചാൽ പോരാ, നിങ്ങൾ വാങ്ങണം, നിങ്ങൾ വാങ്ങിപ്പിക്കണം. ആലിമ്യങ്ങളെ ഭിന്നിപ്പിക്കാൻ കളിക്കുന്ന പത്രങ്ങളെ ബഹിഷ്കരിക്കണം. എന്ത് പച്ചപ്പൊള്ളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം ഇവിടെ എഴുതുന്നത്? ഞാനിപ്പോ ഗുജറാത്ത് പോയി, അവിടെ വലിയ സമ്മേളനം. അവിടെയും ഞാൻ പ്രസംഗിച്ചത് हिंदुस्तान न मुसलमान का, न हिंदुओं का, न क्रिश्चियन का, न जैनन का, न बुद्धन का, न किसी का नहीं. ഇന്ത്യ അത് മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, അത് ഹിന്ദുക്കളുടേത് മാത്രമല്ല, അത് ക്രിസ്ത്യാനികളുടേത് മാത്രമല്ല, അത് ജൈനിന്റെതും ബുദ്ധന്റെതും മാത്രമല്ല. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നാം ഇവിടുന്ന് ഇന്ത്യ വിട്ടുപോകുന്ന ആരും കരുതണ്ട. എവിടെയാ ഞാൻ പ്രസംഗിച്ചത്? ഇവിടെ വന്നിട്ട് മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോണോന്ന് പറഞ്ഞ് ആ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്താ പ്രസംഗിച്ചത്. എന്നിട്ട് അവർക്ക് വോട്ട് പിടിക്കാൻ പോവുകയാണ്. അപ്പോ അങ്ങനെ പറഞ്ഞോ? എന്താണ് പറ്റിപ്പോയോ? പറ്റിപ്പോവില്ല. നമ്മൾ ആർക്കും വോട്ട് പിടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അടുത്ത ദിവസം നമ്മളെ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിക്കും. പത്രത്തിൽ ഞങ്ങളാവും പറയില്ല. പത്രത്തിൽ ഞങ്ങൾ അങ്ങനെ പറയൽ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞാൽ നമ്മളിവിടെ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റേത് വലിയ ബടായിട്ട് വിടുക. ആ മണ്ഡലം, ഈ മണ്ഡലം, ഈ മണ്ഡലം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടില്ല. എവിടെയാ നിങ്ങൾക്ക് വോട്ടുള്ളത്?
ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ വോട്ടുള്ളത്. ഇപ്പൊ അക്കൂട്ടത്തിന് നമ്മളോട് ചോദിച്ചാൽ അങ്ങനെയാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 400 കൂടി കൊടുത്ത്. 400 എന്നൊരു സാധനമുണ്ട്. ഇവിടെ എന്താ പറയാന്ന് അറിയില്ല. മലപ്പുറം ജില്ലയിൽ ഒരു ചെറിയ സാധനമുണ്ട്. അത് പാമ്പ് കടിച്ചിട്ട് മരിച്ചുപോയ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ ആട്ടമുണ്ടാവില്ലേ? എന്ത് നമ്മള് ഇവൻ 400 ഇവൻ 1000 കടിച്ചാലും ഒന്നും ആവൂല. പക്ഷേ അങ്ങ് പറയുകയാണ്. അതുപോലെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടി കൊടുത്താൽ അവിടെ നമ്മളെ ജയിപ്പിക്കും, ഇവിടെ നമ്മൾ ജയിപ്പിക്കും, അവിടെ നമ്മൾ തോൽപ്പിക്കും. മറ്റത് ഇൻഷാ അല്ലാഹ് കാണാം നമുക്ക്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ആയുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഒരുപാട് ശുഹദാക്കൾ ഉള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ആ ശുഹദാക്കളൊന്നും വെട്ടിപ്പിടിച്ചവരല്ല. അവരെല്ലാം നിർബന്ധിത അവസ്ഥയിൽ മാത്രം യുദ്ധം ചെയ്തവരാണ്. ആ മഹാന്മാരെ ഓർത്തുകൊണ്ട് അതുപോലെ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങി, എസ്വൈഎസിന്റെ പ്രസിഡന്റായിരുന്ന ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ തുടങ്ങി, പാണക്കാട് PMS പൂക്കോട്ടകൾ തുടങ്ങി, കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളെയും സാദാത്തുകളെയും എല്ലാം നമ്മൾ ഓർക്കുന്നു. അർഹമുർ-റഹീമായ റബ്ബേ, അവർക്കെല്ലാവർക്കും നീ ദർജന വർദ്ധിപ്പിക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അതുപോലെ പാലക്കാട് ജില്ലയിലെ ഉയർന്ന പണ്ഡിതരായിരുന്ന MM അബ്ദുള്ള മുസ്ലിയാർ, മലപ്പുറം ജില്ലയിലെ സജീവ രംഗത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് തങ്ങളവർകൾ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് സയ്യിദ് ഫളൽ ജമലുല്ലൈൽ തങ്ങൾ, അങ്ങനെ തുടങ്ങിയ മഹാന്മാർ, മരിച്ചുപോയ മഹാന്മാർ, അതുപോലെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് വഫാത്തായി പോയ അവേലത്ത് തങ്ങൾ, സയ്യിദ് ഫളൽ തങ്ങൾ, പാറന്നൂർ PP മദീൻകുട്ടി മുസ്ലിയാർ തുടങ്ങി മഹാന്മാർ, അതുപോലെ CK നമ്മുടെ മലപ്പുറക്കാരനായ CKയും TCയും അവരൊക്കെ മരിച്ചുപോയി. അർഹമുർ-റഹീമായ റബ്ബേ, അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹിമ്മത്തിനെ തകർക്കാൻ ആർക്കും കഴിയാത്ത വിധം ഞങ്ങൾക്ക് നല്ല ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. നമ്മുടെ കൊടുമുടി അസം മുസ്ലിയാർ വളരെ 2-3 കൊല്ലങ്ങളായി രോഗമായി കൊടുക്കുകയാണ്. ഇന്നിവിടെ മെല്ലെ വന്നിട്ടുണ്ട്. അള്ളാഹു നീ ശിഫയായി കൊടുക്കണേ അള്ളാഹ്.